ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ്. ഡു ഡസ് ഡിഡിനെ കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യാം. എവിടെയാണ് നമ്മൾ ഡു ഡസ് ഡിഡ് ഉപയോഗിക്കുന്നത്? നമ്മുടെ മിക്ക ടോപ്പിക്കുകളിലും ഈ 3 വാക്കുകൾ സ്ഥിരം സന്ദർശകരാണല്ലേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് ഡു ഡസ് ഡിഡ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഹീ, ഷീ, ഇറ്റ് സബ്ജക്റ്റായി വരുമ്പോഴാണ് ഡസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ ഐ, യു, വി, ദേ എന്നിവ സബ്ജക്റ്റായി വരുമ്പോഴാണ് ഡു ഉപയോഗിക്കുന്നത്. ഇനി പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് ആരായാലും ഹീ, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ ഇതിലാര് തന്നെ ആയാലും ഡിഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ ഡസ് ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റിൽ ഐ, യു, വി, ദേൻ്റെ കൂടെ ഡു ഉപയോഗിക്കുന്നു. സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്റ്റ് ആരായാലും ഹീ, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ ഇതിൽ ആരായാലും ഡിഡ് ഉപയോഗിക്കുന്നു. ഷീ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഷീ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. വർക്ക്സ് V1 സിമ്പിൾ പ്രസൻറ്റിൽ, സബ്ജക്റ്റ് ഷീ ആണ്. വർക്ക്സിനെ നമുക്ക് ഡസ് പ്ലസ് വർക്ക് എന്ന് എഴുതാം. വർക്ക്സിനെ നമുക്ക് ഡസ് പ്ലസ് വർക്ക് എന്ന് എഴുതാം. അതല്ല എങ്കിൽ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് ഡസ് ആയിരിക്കുമെന്ന് പറയാം. തുടക്കത്തിൽ പറഞ്ഞിരുന്നു സിമ്പിൾ പ്രസൻറ്റിൽ ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ് ഡസ് ഉപയോഗിക്കുക. ഇവിടെ വെർബ് സിമ്പിൾ പ്രസൻറ്റിലാണ്, സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ ഡസ് ആയിരിക്കും അല്ലേ. ഇനി ദേ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ദേ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ഇവിടെയും വെർബ് എന്ത് തന്നെയാണ്? സിമ്പിൾ പ്രസൻറ്റിലാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണ് ദേ. ദേൻ്റെ കൂടെ ഡു ആയിരിക്കും വരുന്നത് അല്ലേ. ഐ വർക്ക്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഐ വർക്ക്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയല്ലേ. V2 വർക്ക്ഡ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് ആരായാലും അവിടെ നമ്മൾ ഡിഡാണ് ഉപയോഗിക്കുക. അതല്ല എങ്കിൽ വർക്ക്ഡ് എന്ന വേർബിനെ നമുക്ക് ഡിഡ് പ്ലസ് വർക്ക് എന്ന് എഴുതാം. വർക്ക്ഡ് എന്ന് പറയുന്ന വേർബിനെ നമുക്ക് ഡിഡ് പ്ലസ് വർക്ക് എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് നോക്കാം. ചോദ്യങ്ങൾ എഴുതുന്നതിന് മുൻപ് ഇതൊന്നുകൂടി മനസ്സിലോർക്കണം. സിമ്പിൾ പ്രസൻറ്റിൽ ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ ഡസ് ഉപയോഗിക്കും. ഐ, യു, വി, ദേൻ്റെ കൂടെ ഡു ഉപയോഗിക്കും. ഇനി സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്റ്റ് ആരായാലും ഹീ, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ ആര് തന്നെ ആയാലും ഡിഡാണ് ഉപയോഗിക്കുക. ഐ ലൈക്ക് ചോക്ലേറ്റ്. ഐ ലൈക്ക് ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണല്ലേ. ലൈക്ക് സബ്ജക്റ്റ് ഐ ആണ്. ഇനി ഇതിനെ ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്നാ ചോദിക്കുക. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് എന്ന സെൻറ്റൻസിനെ ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്നാ ചോദിക്കുക. ലൈക്ക് എന്നതിനെ നമുക്ക് ഡു പ്ലസ് ലൈക്ക് എന്ന് പറയാം. അതല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ ഐൻ്റെ കൂടെ ഡു ആണ് ഉപയോഗിക്കുക എന്ന് പറയാം. ഇത്തരം ക്രിയകൾ ചോദ്യരൂപത്തിലാക്കാൻ ഡു ഡസ് ഡിഡിനെ ആദ്യം കൊടുത്താൽ മതി. ഇത്തരം ക്രിയകളെ ചോദ്യരൂപത്തിലാക്കാൻ ഡു ഡസ് ഡിഡിനെ സെൻറ്റൻസിൻ്റെ ആദ്യം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഡു ആണെന്ന് പറഞ്ഞു. ഇനി എനിക്ക് എന്നുള്ളതിന് പകരം നമുക്ക് നിനക്ക് എന്നാക്കാം. അതായത് ഐ റീപ്ലേസ് ചെയ്തുകൊണ്ട് യു ആക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ഐ ലൈക്ക് ചോക്ലേറ്റ്. ഡു യു ലൈക്ക് ചോക്ലേറ്റ്? ഈ സെൻറ്റൻസ് നോക്കിയേ. ഹീ വർക്ക്സ് ഹാർഡ്. ഹീ വർക്ക്സ് ഹാർഡ്. അവൻ കഠിനമായി പരിശ്രമിക്കുന്നു. അവൻ കഠിനമായി പരിശ്രമിക്കുന്നു. അപ്പോൾ ചോദ്യത്തിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടോ എന്നാ ചോദിക്കുക അല്ലേ. ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്. വെർബിൻ്റെ കൂടെ എസ് ചേർത്തത് കൊണ്ട് വർക്ക്സ് എന്നത് ഡസ് പ്ലസ് വർക്കാണ്. ഇനി ചോദ്യമാക്കാൻ എളുപ്പമാണല്ലേ.
ഡസിന് ആദ്യം എഴുതിയാൽ ചോദ്യം റെഡിയായി. ഡസ് ഹി വർക്ക് ഹാർഡ്? ഡസ് ഹി വർക്ക് ഹാർഡ്? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ വെർബിൽ നിന്നും ഡസിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മെയിൻ വെർബിൽ എസ് ചേർക്കാൻ പാടില്ല. മെയിൻ വെർബിൽ നിന്നും ഡസിനെ എടുത്തെഴുതിയാൽ വീണ്ടും വെർബിൽ നമ്മൾ എസ് ചേർത്ത് എഴുതാറില്ല. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. ഐ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ടെന്നീസ് കളിച്ചു. കളിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം V2-വിലാണ്, സിമ്പിൾ പാസ്റ്റ് അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് ആരാണെന്നൊന്നും നോക്കണ്ട, V2-വിൽ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമുക്ക് ഡിഡാണ് ഉപയോഗിക്കുക എന്നറിയാം. പ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് പ്ലേ, സബ്ജക്റ്റ് ഇവിടെ ഐ ആണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ ടെന്നീസ് കളിച്ചു എന്നതിനെ നീ ഇന്നലെ ടെന്നീസ് കളിച്ചോ എന്നാ ചോദിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഐ എന്നതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളിവിടെ യു ആക്കും. ഇനി ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഡിഡ് ആദ്യം എഴുതിയാൽ മതി. ഡിഡ് യു പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ? ഡിഡ് യു പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ? ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ വേർബിൽ നിന്നും V2-ലുള്ള മെയിൻ വേർബിൽ നിന്നും ഡിഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ വേർബിനെ V2-ലാക്കാൻ പാടില്ല, V1-ലാണ് എഴുതുക. അപ്പോൾ ഇത് എളുപ്പമാണല്ലേ. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ മെയിൻ വെർബിൽ നിന്നും ഡു ഡസ് ഡിഡിനെ ആദ്യം പുറത്തേക്ക് എടുക്കുന്നു, പിന്നീട് ചോദ്യങ്ങളാക്കാനായിട്ട് ഡു ഡസ് ഡിഡ് ആദ്യം എഴുതിയാൽ മതി. ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ ഡസും IUV ധേൻ്റെ കൂടെ ഡൂവും, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് ആരായാലും ഡിഡാണ് ഉപയോഗിക്കുക. ഇനി ഇത്തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകളെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യാം. ആദ്യം ഞാൻ സെൻറ്റൻസുകൾ വായിക്കാം, എന്നിട്ട് നമുക്ക് ആൻസേഴ്സ് നോക്കാം. രാഹുൽ ഓഫൺ ഗോസ് എവേ. രാഹുൽ ഓഫൺ ഗോസ് എവേ. ദേ സ്റ്റാർട്ടഡ് ദ വർക്ക്. ദേ സ്റ്റാർട്ടഡ് ദ വർക്ക്. I want to be famous. I want to be famous. He watches TV in the evenings. He watches TV in the evenings. Abharna always goes to work by car. Abharna always goes to work by car. They went to the party. They went to the party. He likes short stories. He likes short stories. I expect rewards. I expect rewards. The party finished at midnight. The party finished at midnight. I slept well last night. I slept well last night. ഇനി ആൻസേഴ്സ് നോക്കാം അല്ലേ. രാഹുൽ ഓഫൺ ഗോസ് എവേ. രാഹുൽ ഓഫൺ ഗോസ് എവേ. ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് പ്ലസ് ഗോ. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് ഡസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ആദ്യം ഡസ് എഴുതിയാൽ മതി. ഡസ് രാഹുൽ ഓഫൺ ഗോ എവേ. ഡസ് രാഹുൽ ഓഫൺ ഗോ എവേ. ഓർക്കണം, ഗോസ് എന്ന് വീണ്ടും എഴുതരുത്, പകരം ഗോ എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഐ വോണ്ട് ടു ബി ഫേമസ്. ഐ വോണ്ട് ടു ബി ഫേമസ്. V1-ലാണ്, സബ്ജക്റ്റ് ഐ ആണ്, അതുകൊണ്ട് തന്നെ ഡു ആണ് ഉപയോഗിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് എഴുതാനായിട്ട് ഡു യു വോണ്ട് ടു ബി ഫേമസ്. നമുക്കറിയാം ഐ എന്നത് എപ്പോഴും ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ യു എന്നാണ് എഴുതുന്നത്. ഡു യു വോണ്ട് ടു ബി ഫേമസ്. ദേ സ്റ്റാർട്ടഡ് ദ വർക്ക്. ദേ സ്റ്റാർട്ടഡ് ദ വർക്ക്. ഇവിടെ സ്റ്റാർട്ടഡ് V2-ലാണ്. അപ്പോൾ സബ്ജക്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഡിഡ് തന്നെയാണ് ഉപയോഗിക്കുക. Did they start the work? Did they start the work? He watches TV in the evening. He watches TV in the evenings. He ആണല്ലേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും. അപ്പോൾ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുക. Does he watch TV in the evenings? Does he watch TV in the evenings? Abharna always goes to work by car. Abharna always goes to work by car. Abharna she സബ്ജക്റ്റ് അല്ലേ. ഗോസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്, അപ്പോൾ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുക. ഡസ് അപർണ ഓൾവേസ് ഗോ ടു വർക്ക് ബൈ കാർ. ഡസ് അപർണ ഓൾവേസ് ഗോ ടു വർക്ക് ബൈ കാർ.
ദേ വെൻറ്റ് ടു ദ പാർട്ടി. ദേ വെൻറ്റ് ടു ദ പാർട്ടി. വെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് ഗോ ആണല്ലേ. അപ്പോൾ ഇവിടെ ഡിഡ് ദേ ഗോ ടു ദ പാർട്ടി. ഡിഡ് ദേ ഗോ ടു ദ പാർട്ടി. ഇ ചേർന്ന് വരുന്നത് മാത്രമല്ല പാസ്റ്റ് ടെൻസിൽ, അല്ലാതെയും പാസ്റ്റ് ടെൻസ് വേർഡ്സുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഗോ എന്ന വെർബിൻ്റെ V2 ആണ് വെൻറ്റ്. ഹീ ലൈക്സ് ഷോർട്ട് സ്റ്റോറീസ്. ഹീ ലൈക്സ് ഷോർട്ട് സ്റ്റോറീസ്. ഹീ ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ ഡസ് ഹി ലൈക്ക് ഷോർട്ട് സ്റ്റോറീസ്. ഡസ് ഹി ലൈക്ക് ഷോർട്ട് സ്റ്റോറീസ്. ഐ എക്സ്പെക്ട് റിവാർഡ്സ്. ഐ എക്സ്പെക്ട് റിവാർഡ്സ്. സിമ്പിൾ പ്രസൻറ്റിലാണ്, സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ ഡു യു എക്സ്പെക്ട് റിവാർഡ്സ്. ഡു യു എക്സ്പെക്ട് റിവാർഡ്സ്. ദ പാർട്ടി ഫിനിഷ്ഡ് അറ്റ് മിഡ് നൈറ്റ്. ദ പാർട്ടി ഫിനിഷ്ഡ് അറ്റ് മിഡ് നൈറ്റ്. ഇപ്പോൾ V2ലാണല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഡ് എഴുതാം. ഡിഡ് ദ പാർട്ടി ഫിനിഷ് അറ്റ് മിഡ് നൈറ്റ്. ഡിഡ് ദ പാർട്ടി ഫിനിഷ് അറ്റ് മിഡ് നൈറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ സ്ലെപ്റ്റ് വെൽ ലാസ്റ്റ് നൈറ്റ്. ഐ സ്ലെപ്റ്റ് വെൽ ലാസ്റ്റ് നൈറ്റ്. സ്ലെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് എന്ന വെർബിൻ്റെ V2 ഫോമാണ് സ്ലെപ്റ്റ്. അപ്പോൾ പാസ്റ്റ് ടെൻസിലായിരിക്കുമ്പോൾ ഡിഡ് ആണ് ഉപയോഗിക്കുക. ഡിഡ് യു സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ്. ഡിഡ് യു സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നതാണ്. ഒരു സാധാരണ സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കാൻ അതിൽ തന്നിട്ടുള്ള ഓക്സിലറി വെർബിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ എഴുതിയാൽ മതി. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്ത്, നമ്മുടെ ലൈക്സ് ഡിസ്ലൈക്സ്, ഇത്തരം കാര്യങ്ങൾ പറയാനാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ് കൂടുതലായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് ഡു ഡസ് ഡിഡ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് ഹീ ഷീ ഇറ്റ് ആയി വരുമ്പോൾ അവിടെ നമ്മൾ ഡസ് ഉപയോഗിക്കും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് ഐ യു വി ദേ ഇതിലേതെങ്കിലും ആണെങ്കിൽ അവിടെ നമ്മൾ ഡു ഉപയോഗിക്കും. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് ആരായാലും അവിടെ നമ്മൾ ഡിഡാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.